നമ്മൾ പറയൂല്ലോ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ ഒന്ന് വീണ് ചോര കാണുമ്പോഴേ നമുക്ക് വീണ്ടും ചവിട്ടി ബാലൻസ് ആകുള്ളൂ. പക്ഷെ 4 വീലർ അങ്ങനെയല്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അവിടെ നിർത്തിയിരിക്കും. ആ മാർക്ക് കാണുന്ന സ്ഥലത്താണ് വണ്ടി തട്ടിയത്. പിന്നെ അതിനുശേഷം മേഡം വണ്ടി എടുക്കുന്നില്ല, പേടിയായി പോയി. അതിനുവേണ്ടി ഞങ്ങൾ അവിടെ ചെന്ന്, ചാലക്കുടിയാണ് സ്ഥലം, മേഡത്തിന്റെ പേടി മാറാൻ വേണ്ടി. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത്. മേഡത്തിന് മുന്നോട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്രേക്കിന് വരെ ആക്സിലേറ്റർ ആണ് ചവിട്ടുന്നത്. അപ്പൊ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മുന്നിലെ തടസ്സം കാണുമ്പോൾ ടെൻഷൻ ആവുമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങളൊന്ന് നിന്ന് കൊടുത്തതിന് ശേഷം മേഡത്തിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസം ഉണ്ട് മേഡത്തിന്, മേഡം ധൈര്യത്തെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം മേഡം ഇറങ്ങി നോക്കി. വീണ്ടും അതേ പ്രാക്ടീസ് തന്നെ കൊടുത്തു. കാരണം ടെൻഷനാണ്. വീട്ടിലെ മതിലൊന്നും ഇടിച്ചതാണ് പോർച്ചിലോട്ട് കയറിയപ്പോൾ. അപ്പൊ നമ്മള് പഴയ ആൾക്കാർ പറയുമല്ലോ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷാറക്കിക്കണോ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ നായകനായ നമ്മുടെ ശംഭുവാശനെ ഇറക്കി നിർത്തി. കാരണം ശംഭുവാശന് ഇൻഷുറൻസ് ഇല്ല, എനിക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മേഡത്തിനോട് പറഞ്ഞു മേഡം ധൈര്യത്തെ ഒരു 3 വരക്കിടക്ക് വ്യത്യാസത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കുക, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, മേഡം ബ്രേക്ക് ഔട്ട് എന്നുള്ള. ആ വിശ്വാസം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മേഡത്തിന് ആദ്യം ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിലോട്ട് പെട്ടെന്ന് കാല് വാങ്ങി തൂക്കിയാണ് കാലെടുത്തോണ്ടിരിക്കുന്നത്. ഇതേപോലെ